ആ വിജു എത്തിയോ? കയറുവാ. നമസ്കാരം സാറേ. ആയിക്കോട്ടെ ഷിബു. ഷിബുവിന് ആളെ മനസ്സിലായോ? പിന്നെ ബിജുവിന്റെ ധാരാളം സിനിമ കണ്ടിട്ടുള്ളല്ലേ. ബിജുവിന്റെ ഏതൊക്കെയാ പുതിയ പ്രോജക്റ്റ്? ഇപ്പൊ അരൂപി അങ്ങനെ കുറച്ച് പടങ്ങളുണ്ട്. ഞാനും ഷിബു ഒരുമിച്ചാ പഠിച്ചതൊക്കെ. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ എന്നാ പോയിട്ട് വാ. ഓ ശരി ശരി. ഇരിക്കു വിജു. പിന്നെ എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഓക്കെ സാറേ, ഇത് കിരൺ, നമ്മളെ കലൂർ ബാലമാഷില്ലേ, മാഷ മകനാ. നമ്മളെ കീബോർഡിസ്റ്റ് കണ്ണൻചേട്ടനല്ലേ, കണ്ണൻചേട്ടൻ അനിയനാ. ഓ, കണ്ണനും കിരണും ഒരേ ഫേസ് കട്ടാ. അതാണ് മുൻപരിചയം. വിജു, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാറേ അത് ഒരു മിനിറ്റ് വിജു. ആ വാ. സാർ ഇതാ റോപ്പാൻ്റെ കേസ് ഡീറ്റെയിൽസ് ആണ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. താനെന്നാ വക്കീലിനെ പോയി ഒന്ന് കാണും, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പറയൂ വിജു. സാറേ, ഞങ്ങളൊരു പുതിയ പ്രോജക്റ്റിന്റെ പുറകെയാണ്. ഒരു ആന്റി നർക്കോട്ടിക് സ്റ്റോറിയാണ്. ആഹാ, അത് ശരി. അതിന്റെ കുറച്ച് നിയമത്തിന്റെ വശങ്ങൾ അറിയണമായിരുന്നു. അതാണ് സാറിനോട് ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞത്. ഓക്കെ. അല്ലേലും ഇപ്പോൾ കൂടുതൽ സിനിമകളിലൊക്കെ കാണുന്നത് ഇതുപോലുള്ള കഥാപാത്രങ്ങളാണല്ലോ. ഇത് ഇപ്പം കൊണ്ടുവന്ന ഈ ഫയലിനകത്തും ഇത് തന്നെയാണ്. വയലൻസ് നിറഞ്ഞ ഒരുത്തൻ്റെ ജീവിതം. റോപ്പ് ആന്റണി എന്നായിരുന്നു അവൻ്റെ പേര്. കർമ്മഫലം, അല്ലാണ്ട് എന്ത് പറയാനാ. സാറേ, ആരാ ഈ റോപ്പ് ആന്റണി? വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമുക്ക് നല്ലൊരു ത്രെഡ് കിട്ടിയാൽ നമ്മളെ സിനിമയ്ക്ക് അത് ഉപകാരപ്പെടുമല്ലോ, അതുകൊണ്ട് വെച്ചാ. റോപ്പ് ആന്റണി അവൻ അറിയപ്പെടുന്നൊരു ഗുണ്ടയാണ്. ഇവിടുത്തെ 2 ഗ്യാങ്ങുകളായിരുന്നു. ഞങ്ങൾ പോലീസുകാർക്ക് എപ്പോഴും തലവേദനയായിരുന്നു. ഈ പറഞ്ഞ റോപ്പ് ആന്റണിയുടെ ഗ്യാങ്ങും മറ്റൊന്ന് ഒരു ബോക്സർ റാഫിയുടെ ഗ്യാങ്ങും. ഈ റാഫി അത്യാവശ്യം കൊട്ടേഷനും ബോക്സിംഗ് കോച്ചിങ്ങും മറ്റുമാണ് പ്രധാനമായും ചെയ്യുന്നത്. ഈ റോപ്പ് ആന്റണിക്ക് തലതെറിച്ചൊരു മകനുണ്ട്. കഞ്ചാവിനും മദ്യത്തിനും അടിമയായ ഒരു വിരളി പിടിച്ച ചെക്കൻ. ഒരിക്കൽ ആ റോപ്പ് ആന്റണിയുടെ മകനും ബോക്സർ റാഫിയുടെ ഗ്യാങ്ങുമായി ഒരു വിഷയമുണ്ടായി. ഈ വിവരറിഞ്ഞ ആന്റണി അത് ചോദിക്കാൻ വേണ്ടി റാഫിയുടെ കളത്തിലേക്ക് ചെന്നു. ആന്റണിയുടെ ആക്രമണം ഏൽക്കുന്നവരെ നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. കാരണം റോപ്പെടുത്ത് എതിരാളിയുടെ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച ശേഷം ചുറ്റിക കൊണ്ട് ശത്രുവിന്റെ കൈവിരലുകൾ അടിച്ചു പൊട്ടിക്കുന്നതായിരുന്നു അവന്റെ രീതി. അടിയേൽക്കുന്നവന് പിന്നെ ജീവിതത്തിൽ ആരുടെ നേരെയും മുഷ്ടി ചുരുട്ടി പിടിക്കാനോ ആയുധമെടുക്കാനോ പോലും കഴിയരുതെന്ന ബ്രൂട്ടൽ സൈക്കോ ചിന്താഗതി. അവനെതിരെ ആരും സാക്ഷി പറയാൻ പോലും ധൈര്യപ്പെടില്ല. പണവും രാഷ്ട്രീയ ബന്ധവും ധാരാളമുണ്ടവന്.